മാങ്കൂട്ടത്തിനെതിരെ ഒന്നോ രണ്ടോ പരാതികളല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഔദ്യോഗികമായി ആരും മുന്നോട്ട് വരാഞ്ഞതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. പരാതി ഉന്നയിച്ചവരിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരായ യുവതികളുണ്ട്. അതെ, കോൺഗ്രസ് പാർട്ടിയിലെ പെൺകുട്ടികളിൽ പലരും രാഹുലിനെ കൊണ്ട് പൊറുതിമുട്ടി പലതവണ പരാതി നൽകിയിട്ടുണ്ട്. നിരവധി പരാതികൾ ലഭിച്ചുവെന്ന് കേരളത്തിന്റെ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ രമേശ് ചെന്നിത്തല ഇന്ന് തുറന്ന് സമ്മതിച്ചു. അല്ല, പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി. അന്ന് ആ സന്ദർഭത്തിൽ പാർട്ടി ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനം. പ്രതിപക്ഷ നേതാവിനും അന്നത്തെ KPCC അധ്യക്ഷനും ധാരാളം പരാതി ലഭിച്ചുവെന്നാണ് ചെന്നിത്തല പറയുന്നത്. അതായത് VD സതീശനും K സുധാകരനും. എന്നിട്ടാണോ K സുധാകരൻ രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചിറ്റ് നൽകിയത്? ഇപ്പോൾ കേരളം അറിഞ്ഞ പരാതിക്കാരിയല്ല എന്ന് ഉറപ്പാണ്. കാരണം മെയ് 12-നാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നത്. അപ്പോൾ മെയ് 12-ന് മുൻപുള്ള പരാതിയല്ലേ അത്? കാരണം മെയ് 30-നാണ് സുഹൃത്തു വഴി ഗർഭചിത്രത്തിനുള്ള മരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിക്ക് എത്തിച്ചു നൽകുന്നത്. ആ പരാതികളിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? രാഹുലിനെ വിളിച്ചു ചോദിച്ചപ്പോൾ രാഹുൽ ഇന്നസെന്റ് ആണെന്ന് ബോധ്യപ്പെട്ടുവെന്നാണ് K സുധാകരൻ പറഞ്ഞത്. ഇത്രയധികം പരാതികൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും എങ്ങനെയാണ് K സുധാകരന് രാഹുലിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടത്?